അപ്പോഴേ നമ്മൾ കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞത്, കന്യവാസിനി ഇതിന്റെ പേരാണ് അല്ലെ. ഇതിന്റെ പേര് അങ്ങനെ ചെയ്തു നമ്മള് ടെട്രാമീൻ കൊബാൾട്ട് 3. ടെട്രാമീൻ കൊബാൾട്ട് 3 തീർന്നില്ല. ഡൈ മ്യൂ ഹൈഡ്രോക്സോ ഇതിന്റെ പേര് എഴുതുക. എന്താണ്? ഡൈഅമീൻ. തീർന്നില്ല. ഒറ്റ വാക്ക ശ്രദ്ധിക്കുക. ഡൈഅമീൻ ഡൈക്ലോറോ കൊബാൾട്ട് 3. വീണ്ടും രണ്ടിനും വേറെ വേറെ കൊബാൾട്ട് 3 ഇത്ര എഴുതിയിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ക്ലോറൈഡ്. ഇങ്ങനെ അതിന്റെ പേര് എഴുതും. അപ്പൊ അതിനെ ഇങ്ങനത്തെ നിങ്ങൾ ചോദിക്കാൻ സാധ്യതയില്ല. അപ്പൊ രണ്ട് സിമെട്രിക് ആണെങ്കിൽ ഇവിടെ സിമെട്രിക് ആകുമ്പോൾ നമുക്ക് മറ്റൊരു ഇത് പറയാം. എന്താണ്? എത്രയാണ്? 4 2 6 ഹെക്സാമീൻ ഡൈക്ലോർ എന്നൊക്കെ പറയാം. പക്ഷെ സിമെട്രിക് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പേര് പറയാം. ടെട്രാമീൻ കൊബാൾട്ട് 3 ഡൈ മ്യൂ ഹൈഡ്രോക്സോ ഡൈഅമീൻ ഡൈക്ലോറോ കൊബാൾട്ട് 3. ഈ ഭാഗത്തിന്റെ പേര് ടെട്രാമീൻ കൊബാൾട്ട് 3. പിന്നെ ഡൈ മ്യൂ ഹൈഡ്രോക്സോ പിന്നെന്താണ്? ഡൈഅമീൻ ഡൈക്ലോറോ കൊബാൾട്ട് 3. അത്ര എഴുതി കഴിഞ്ഞാൽ ഇത് കാറ്റയോണായി. പിന്നെ സ്പേസ് ഇട്ടിട്ട് അയനോൺ ചെയ്തു. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ അതിനെ പറ്റി വേദനാവണ്ട. എന്നാൽ മനസ്സിലാക്കി വെച്ചാൽ നല്ലതാണ്. അഥവാ ഇത് എക്സാമ്പിൾ അങ്ങനെ ചോദിച്ചെങ്കിൽ അങ്ങനെയാണ് പേര് പറയുന്നത് മനസ്സിലാക്കും. ഒറ്റ ടൈപ്പ് ഇരിക്കേണ്ടതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാം. എല്ലാത്തും കൂടി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ എന്നാണ്. ഡെക്കാമീൻ എന്ന് പറഞ്ഞാൽ 5 5 10 അമോണിയം ഓരോന്നില്ല. 2 ഹൈഡ്രോക്സൈഡ് ഉണ്ട്. കഴിഞ്ഞു. അതിന്റെ പേര് അങ്ങനെ പറയാം. പക്ഷേ 2 ടൈപ്പ് വരുമ്പോഴേ അതിന്റെ സ്ഥാനം മാറാൻ സാധ്യത ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മളെ പേര് കൃത്യമായിട്ട് പറയണം എന്നർത്ഥം. കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പേര് കണ്ടാൽ കോമ്പൗണ്ട് മനസ്സിലാവണം. അതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞോ? അയണൈസേഷൻ ഐസോമർസം, ഹൈഡ്രേറ്റ് ഐസോമർസം, ലിങ്കേജ് ഐസോമർസം, കോർഡിനേഷൻ ഐസോമർസം, കോർഡിനേഷൻ പൊസിഷൻ ഐസോമറിസം. ഇതിനൊന്നും കൂടി ബാക്കിയുണ്ട്. ABCDEF അല്ലെ. ഇവര് നമ്മൾ കണ്ടത് ദാറ്റ് ഈസ് പോളിമറൈസേഷൻ ഐസോമറിസം. എന്താണ് പോളിമറൈസേഷൻ? എന്ത് വാക്കൊക്കെ പറഞ്ഞോ? ടേക്ക് ദി കേസ് ഓഫ് എ these two compounds 1 2. ഈ കോമ്പൗണ്ട് പേര് അതൊരു സിമ്പിൾ അതൊരു 2 കോംപ്ലക്സ് ആയിട്ടുള്ള 2 അയോൺസ് ആണ്. ഇത് നോൺ അയോണിക് ആയിട്ടുള്ള. ഇതിന്റെ പേരെന്താണ്? ഡൈഅമീൻ ഡൈക്ലോറോ പ്ലാറ്റിനം 2 എന്നാണ് ഇതിന്റെ പേര്. ഡൈഅമീൻ ഡൈക്ലോറോ പ്ലാറ്റിനം 2 ആണ്. കാരണം എന്താണ് പ്ലാറ്റിനം 2 എന്ന് പറയാൻ കാരണം 2 ക്ലോറൈഡ് ആണ്. 2 നെഗറ്റീവ് ചാർജ് ഇവിടെ ചാർജിൽ. അപ്പൊ 2 പോസിറ്റീവ് ഇവിടെ ഉണ്ടാവും. ഡൈഅമീൻ ഡൈക്ലോറോ പ്ലാറ്റിനം 2. അതിന് എന്തില്ല? നോൺ അയോണിക് ആണ്. അയണൈസ് ചെയ്യില്ല. അങ്ങനെ പറയാം. വേറെ പുറത്തു ഭാഗത്തൊന്നുമില്ല. ഇവിടെ വേറെ പുറത്ത് എന്താണ്? അയോണിക് ആണ്. ഇതെന്താണ്? ഇത് പ്ലാറ്റിനം 2 ഓ 4 ഓ മനസ്സിലാക്കുക. ഇവിടെ മൊത്തം നോക്കുക. എന്താണ്? 4 ക്ലോറൈഡ് ഉണ്ട്. ഒരു പ്ലാറ്റിനം ഉണ്ട്, 2 പ്ലാറ്റിനം ഉണ്ട്, 4 അമോണിയ ഉണ്ട്. അമോണിയക്ക് ചാർജ് ഇല്ല. 4 ക്ലോറൈഡ് ഉണ്ടെങ്കിൽ 2 പ്ലാറ്റിനത്തിനും കൂടി 4 ചാർജ് വേണം. അപ്പൊ ഇത് പ്ലാറ്റിനം 2 ആണ്. ഇതും പ്ലാറ്റിനം 2 ആണ്. അത് മനസ്സിലായി. ഇനി ഇതിന്റെ പേര് ടെട്രാ അമീൻ പ്ലാറ്റിനം 2 ടെട്രാ ക്ലോറോ പ്ലാറ്റിനേറ്റ് 2. ടെട്രാ അമീൻ പ്ലാറ്റിനം 2. That is a cation with 2 positive charges. കാരണം പ്ലാറ്റിനത്തിന് 2 ചാർജ് അവിടെ ഉണ്ട്. അമോണിയക്ക് ചാർജ് ഇല്ല. ഇവിടെയോ? ഇവിടെ പ്ലാറ്റിനത്തിന് 2 ചാർജ്, ക്ലോറൈഡ് 4 ചാർജ്. അപ്പൊ എന്താണ്? 2 നെഗറ്റീവ് ചാർജ് ഉണ്ടാവും, 2 പോസിറ്റീവ് ഇവിടെ ഉണ്ടാവും. അങ്ങനെയാണ്. ഇതൊക്കെ ഡൈ പോസിറ്റീവ്, ഇത് ഡൈ നെഗറ്റീവ് ചാർജ് നമ്മൾ കാണില്ല. ഓക്കെ. അപ്പൊ ഇതിന്റെ പേരെന്താണ്? ടെട്രാ അമീൻ പ്ലാറ്റിനം 2 ടെട്രാ ക്ലോറോ പ്ലാറ്റിനേറ്റ് 2. ടെട്രാ അമീൻ പ്ലാറ്റിനം 2 എന്ന് എഴുതി ഒരു സ്പേസ് ഇട്ട് കയറ്റാണ് കഴിഞ്ഞ് ടെട്രാ ക്ലോറോ പ്ലാറ്റിനേറ്റ് 2 എന്ന് എഴുതി കഴിഞ്ഞാൽ പേരായി. വേറെ നമുക്ക് പ്രശ്നം. ഈ ഫോർമുല ശ്രദ്ധിക്കുക. ഇവിടെ ഇതുമായിട്ട് എന്ത് ബന്ധമായിട്ടുള്ളത്? ഒരു പ്ലാറ്റിനം, 2 അമോണിയ, 2 ക്ലോറൈഡ്. ഒരു പ്ലാറ്റിനം, 2 അമോണിയ, 2. ഇവിടെയോ? 2 പ്ലാറ്റിനം, 4 അമോണിയ, 4 ക്ലോറൈഡ്. ഇവിടെ എത്ര പ്ലാറ്റിനം ഉണ്ട്? ഇരട്ടി പ്ലാറ്റിനം ഇവിടെ ഉണ്ട്. ഇവിടെ എത്ര അമോണിയ ഉണ്ട്? ഡബിൾ അമോണിയ ഇവിടെ ഉണ്ട്. എത്ര ക്ലോറൈഡ് ഉണ്ട്? ഡബിൾ ക്ലോറൈഡ് ഇവിടെ ഉണ്ട്. You can see that yes, this first compound may be considered as a polymer or dimer of the first one. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ?
അങ്ങനത്തെ കേസിനാണ് എന്ത് പറയുന്നത് പോളിമറൈസേഷൻ ഐസോമറിസം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞത് ഐസോമറിസം അല്ല. എന്തുകൊണ്ടാണ്? ഐസോമേഴ്സ് ഹാവ് ദി സെയിം മോളിക്കുലർ ഫോർമുല നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവിടെ സെയിം മോളിക്കുലർ ഫോർമുല അല്ല, ഒന്നിന്റെ മോളിക്കുലർ ഫോർമുല മറ്റേതിന്റെ ഡബിളാണ്. ഡബിളോ ട്രിപ്പിളോ ഒക്കെ ആവാം. മനസ്സിലായില്ലേ? ചിലപ്പോൾ ട്രിപ്പിൾ ഒക്കെ ആവും ചില കേസിൽ. ഇവിടെ ഡബിൾ ആണെന്നേ ഉള്ളൂ. അത് കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ കേസിൽ ഒരു ഐസോമറിസമായിട്ട് കൺസിഡർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അത് ശ്രദ്ധിക്കാം. Strictly speaking, this is not a case of isomerism. Still, in the case of coordination compounds, this is considered as a special case of isomerism. It is known as a polymerization isomerism, in which yes, one isomer is the dimer of the first one or a trimer of the first one. Or the molecular formula of one isomer can be twice or thrice the molecular formula of the other one. മനസ്സിലായി? ഇവിടെ ഇതിന്റെ ഡബിൾ ആണ് ഇത്. മനസ്സിലാണ് പറഞ്ഞത്? ഇവിടെ പ്ലാറ്റിനത്തിന്റെ ഒരു പ്ലാറ്റിനേ ഉള്ളൂ, ഇതിന് രണ്ട് പ്ലാറ്റിനം ഉണ്ട്. ഇതൊരു മോളിക്കൂളാണ്. രണ്ട് കഷ്ണമില്ല കേട്ടോ. ഇത് സോഡിയം ക്ലോറൈഡ് പോലെ ഞാൻ നേരത്തെ പറഞ്ഞു അയോണിക് ആയ ഒരു മോളിക്കൂളാണ്. അതിൽ എത്ര പ്ലാറ്റിനം ഉണ്ട്? രണ്ട് പ്ലാറ്റിനം ഉണ്ട്. ആദ്യത്തിൽ എന്താ? ഒരു പ്ലാറ്റിനമേ ഉള്ളൂ. അതിൽ എത്ര അമോണിയ ഉണ്ട്? സാധനം നോക്കണ്ട. എത്ര അമോണിയ ഉണ്ട്? 4 അമോണിയ ഉണ്ട്. ആദ്യത്തിൽ എത്രയാണ്? 2 ഉള്ളൂ. ഇതിൽ എത്രയുണ്ട്? ക്ലോറൈഡ് 4 ഉണ്ട്. ഇവിടെ എത്രയുണ്ട്? 2 ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഡബിൾ ആണ് ഇത്. ഐസോമറിസം is called a polymerization isomer. ഇതിൽ ഓരോരോ എക്സാമ്പിൾ പറയുന്നത് കൂടുതൽ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കണം. അതിനാണ് ബുക്ക് ചിലപ്പോൾ ഓരോ എക്സാമ്പിൾ കാണും. ടെസ്റ്റിലൊക്കെ നോക്കി മനസ്സിൽ ഒരു എക്സാമ്പിൾ ഒക്കെ പഠിച്ചു പറ്റും. 2 പഠിച്ചു നിങ്ങൾ ലേശം ബുദ്ധിമുട്ടായിട്ട് കോർത്ത് നോക്കാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. എന്നാലും ശ്രദ്ധിക്കും, കാര്യം മനസ്സിലാക്കുക കൃത്യമായി. മനസ്സിലായില്ലേ? പിന്നെ നിങ്ങളൊരു എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ ഏകദേശം ശരിയായ ഒരു ഫോമിലൊക്കെ ആണെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ അങ്ങനത്തെ മോണിക്കൂൾ ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ എക്സാമിനേഷനെ അതിന്റെ മാർക്ക് ക്രെഡിറ്റിംഗ് കിട്ടും. കാര്യങ്ങൾക്ക് മനസ്സിലായി എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണ് കാര്യം അത് മനസ്സിലാക്കുന്ന വിധത്തിലുള്ള എക്സാമ്പിൾ എഴുതും. മനസ്സിലായില്ലേ? കാര്യം പറഞ്ഞാൽ പോലെ എക്സാമ്പിൾ എഴുതണം. നമുക്ക് പ്രത്യേകിച്ച് പോളിമറൈസേഷൻ ഐസോമറിസം. അതിനോടുകൂടി ABCDEF 5 ടൈപ്പ് 6 ടൈപ്പ് എന്താണ്? സ്ട്രക്ചറൽ ഐസോമറിസം കഴിഞ്ഞു. സ്ട്രക്ചറൽ ഐസോമറിസം. ഇനി വരുന്നത് സ്റ്റീരിയോ ഐസോമറിസം ആണ്. അതിന് മുമ്പ് നമ്മൾ സ്റ്റീരിയോ ഐസോമറിസം പോകുമ്പോൾ ചെറിയൊരു കാര്യം മനസ്സിലാക്കാനുണ്ട്. ഒരു കോംപ്ലക്സ് നമ്മൾ എഴുതുക K4 FeCN6 നമ്മൾ തുടക്കത്തിൽ കണ്ട കോമ്പൗണ്ട്, അല്ലെങ്കിൽ CONH3 6 ടൈംസ് Cl3, അല്ലെങ്കിൽ PtNH3 4 ടൈംസ് Cl2, അല്ലെങ്കിൽ NiCO4, അല്ലെങ്കിൽ FeCO5. ഇതൊക്കെ നമ്മൾ കണ്ട എക്സാമ്പിൾസ് ആണ്. ഇത് വേണമെങ്കിൽ ഇങ്ങനത്തെ എഴുതേണ്ട ആവശ്യമില്ല. കാരണം അത് അയോണിക് അല്ലാത്ത കോമ്പൗണ്ട് നമ്മൾ അങ്ങനെ എഴുതേണ്ട ആവശ്യം കഴിഞ്ഞാൽ കുഴപ്പമൊന്നും. കോർഡിനേഷൻ സ്ഫിയർ കാണിക്കുന്നത് ഇവിടെയൊക്കെ എന്താ കാണുന്നത്? ഒരു കോർഡിനേഷൻ സ്ഫിയറിനുള്ളിൽ ഒരു മെറ്റലും കുറച്ച് ലിഗാൻഡ്സ് ഉണ്ട് അല്ലേ? ഇവിടെ ഒരു കൊബാൾട്ടും 6 അമോണിയ ഉണ്ട്. ഇവിടെ ഒരു പ്ലാറ്റിനവും 6 അമോണിയ ഉണ്ട്. 4 അമോണിയ ഉണ്ട്. ഇവിടെ ഒരു അയണും 6 സയനൈഡും ഉണ്ട്. ഇവിടെ ഒരു അയണും 5 കാർബൺ മോണോക്സൈഡ് ഉണ്ട്. ഇവിടെ ഒരു നിക്കലും 4 കാർബൺ മോണോക്സൈഡ് ഉണ്ട്. ഇത് നമ്മളിത് ഇതിനെ പറയുന്ന പേര് സെൻട്രൽ മെറ്റൽ ആറ്റം എന്താ പറയുക? നമുക്കറിയാം ഇതിനെ പറയുന്നത് ലിഗാൻഡ്സ് എന്നാണ്. ലിഗാൻഡ്സ് ഇവിടെ 4 ലിഗാൻഡ്സ് ഉണ്ട്. ഇവിടെ 5 ലിഗാൻഡ്സ് ഉണ്ട്. ഇവിടെ 6 ലിഗാൻഡ്സ് ഉണ്ട്. ഇവിടെ 6 ലിഗാൻഡ്സ് ഉണ്ട്. ഇവിടെയും 4 ലിഗാൻഡ്സ് ഉണ്ട്. അപ്പൊ ഒരു മെറ്റലിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ലിഗാൻഡ്സിന്റെ എണ്ണത്തെ നമുക്ക് പ്രത്യേക വാക്ക് പറയും. ദാറ്റ് ഈസ് കോൾഡ് ദി കോഓർഡിനേഷൻ നമ്പർ എന്ന് പറയും. പക്ഷെ ശ്രദ്ധിക്കുക, ദാറ്റ് മേ നോട്ട് ബി ദ നമ്പർ ഓഫ് ലിഗാൻഡ്സ്. ലിഗാൻഡ് നമ്പർ തന്നെ ആവണമെന്നില്ല. അപ്പൊ എന്തായാലും പ്ലാറ്റിനത്തിൽ കൂടി ഇപ്പൊ 4 അമോണിയ ഉണ്ട്. സോ ദ കോർഡിനേഷൻ നമ്പർ ഓഫ് പ്ലാറ്റിനം ഇൻ ദിസ് കോംപ്ലക്സ് ഈസ് 4. ദ കോർഡിനേഷൻ നമ്പർ ഓഫ് കൊബാൾട്ട് ഇൻ ദിസ് കോംപ്ലക്സ് ഈസ് 6. ദ കോർഡിനേഷൻ നമ്പർ ഓഫ് അയൺ ഇൻ ദിസ് കോംപ്ലക്സ് ഈസ് 5. The coordination number of iron in this complex is 6. The coordination number of iron in this complex is 4. 4 chloride ആണ്. coordination number 4 ഉണ്ട്. iron coordination number 5 ഉണ്ട്. iron coordination number 6 ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ പറഞ്ഞ ലിഗാൻഡ്സ് ഒക്കെ ശ്രദ്ധിക്കുക. കൊബാൾട്ട്, കാർബൺ മോണോക്സൈഡ്, സയനൈഡ്, അമോണിയ, വാട്ടർ, ക്ലോറൈഡ് ഒക്കെ മോണോഡെൻഡേറ്റ് ലിഗാൻഡ്സ് ആണ്. മനസ്സിലായില്ലേ? ചിലപ്പോഴേ എന്താണ് ഈ എന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് എത്തിലീൻ ഡൈയമീൻ ആണ്. എത്തിലീൻ ഡൈമീന്റെ പ്രത്യേകത ദാറ്റ് ഈസ് ശ്രദ്ധിക്കുക, this is ethylene diamine. That is എന്തിനൊക്കെയാണ് നമ്മൾ പറഞ്ഞത്?
bidentate ligand. It has two lone pairs. These two lone pairs can be given to the same metal. മെറ്റലിലേക്ക് ഒരേ സമയത്ത് ഇപ്പോൾ ക്രോമിയത്തിലേക്ക് ഒരേ സമയത്ത് രണ്ട് ലോൺ പെയർ കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ എന്ന് പറയുന്നു ബൈഡെന്റേറ്റ്, രണ്ട് പോയിന്റിൽ കൂടി കണക്ട് ചെയ്തിരിക്കുന്നു. ട്രൈഡെന്റേറ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പോഴേ ഈ പോലെ ബൈഡെന്റേറ്റ് ലിഗാൻഡ് ആണെങ്കിൽ ക്രോമിയത്തിനുള്ള നോക്കിയാൽ കൊബാൾട്ടിനെ ഒരു ക്രോമിയം CrNH3 ഇതാ ഫോർ എക്സാമ്പിൾ എഴുതാം. CrNH3 6 times Cl3 ഹെക്സാമിൻ ക്രോമിയം 3 ക്ലോറൈഡ്. ഇതെന്താണ് CrEn3Cl3. ഇവിടെ 6 അമോണിയ ഉണ്ട്, ഇവിടെ 3 എത്തിലീൻ ഡാമീൻ. എന്താണ് 3 ആയി പോയത്? ഈ 3 എത്തിലീൻ ഡാമീനും 6 പേർ കൊടുക്കാൻ പറ്റും. ഓരോ എത്തിലീൻ 2 പേർ കൊടുക്കും. ഇപ്പൊ ക്രോമിയെ സംബന്ധിച്ചിടത്തോളം ക്രോമിയത്തിന്റെ ആവശ്യം എന്താണ്? 6 ലോൺ പെയർ കിട്ടുക എന്നുള്ളതാണ്. 6 അമോണിയ ആയാൽ മതി, അല്ലെങ്കിലോ 3 എത്തിലീൻ ഡാമീൻ ആയാൽ മതി. കാരണം ഓരോ എത്തിലീൻ ഡാമീനും 2 പേർ ഒന്നിച്ച് കൊടുക്കാൻ പറ്റും. അപ്പൊ 6 പേർ അതിന് വേണമെങ്കിൽ 6 എത്തിലീൻ ഡാമീന്റെ ആവശ്യമില്ല, 3 എണ്ണത്തിന്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിന്റെ കോർഡിനേഷൻ നമ്പർ ഇവിടെ ഇത്രയാണ്, 3 അല്ല, ഇത്രയാണ് 6 ആണ്. പറയുന്നത് മനസ്സിലാണെങ്കിൽ ഇപ്പൊ കോർഡിനേഷൻ നമ്പർ ശരിക്കും പറഞ്ഞാൽ ലിഗാൻഡിന്റെ എണ്ണമല്ല, എന്താണ് മെറ്റലും ലിഗാൻഡും തമ്മിൽ ഫോം ചെയ്യുന്ന കോർഡിനേറ്റ് ബോണ്ടുകളുടെ എണ്ണമാണ്. അത് ലിഗാൻഡ് ഒക്കെ മോണോഡെന്റേറ്റ് ആണെങ്കിൽ അത് ലിഗാൻഡ് എണ്ണം തന്നെ ആയിരിക്കും. ലിഗാൻഡ് ബൈഡെന്റേറ്റ് ആണെങ്കിലോ അത് ലിഗാൻഡ് എണ്ണത്തിന്റെ ഇരട്ടി ആയിരിക്കും. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? സോ വാട്ട് ഈസ് കോർഡിനേഷൻ നമ്പർ? കോർഡിനേഷൻ നമ്മൾ പറയുന്ന വാക്ക് കോഓർഡിനേഷൻ നമ്പർ. കോർഡിനേഷൻ നമ്പർ ഓഫ് എ metal in a complex is the number of coordinate bonds formed between the metal and the ligands. പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് ലിഗാൻഡിന്റെ എണ്ണമാണ്. ലിഗാൻഡ് എന്തായാലും മോണോഡെന്റേറ്റ് ആയാലും ലിഗാൻഡിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയാണ് ലിഗാൻഡ് ബൈഡെന്റേറ്റ്. കാരണം ഓരോ ലിഗാൻഡ് 2 പേർ കൊടുക്കും. ലിഗാൻഡ് എണ്ണത്തിന്റെ 3 ഇരട്ടിയാണ് ഇഫ് ദ ലിഗാൻഡ് ഈസ് ട്രൈഡെന്റേറ്റ്. ഒരു ട്രൈഡെന്റേറ്റ് ലിഗാൻഡ് ആണെങ്കിൽ 6 ലോൺ പെയർ കിട്ടണമെങ്കിൽ 2 ലിഗാൻഡേ വേണ്ടു. അപ്പോഴും കോർഡിനേഷൻ നമ്പർ 2 അല്ല, എത്രയാണ്? 6 ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ലിഗാൻഡ് മെറ്റൽ തമ്മിൽ ഫോം ചെയ്യുന്ന കോർഡിനേറ്റ് ബോണ്ടുകളുടെ എണ്ണം, അല്ലെങ്കിൽ ലിഗാൻഡ്സ് എല്ലാം കൂടി മെറ്റലിന് കൊടുക്കുന്ന ലോൺ പെയറുകളുടെ എണ്ണം, ആ എണ്ണത്തെയാണ് ഇത് പറയുന്നത് കോഓർഡിനേഷൻ നമ്പർ എന്ന് നമ്മൾ പറയുന്നത്. ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. വാട്ട് ഈസ് മീൻ ബൈ കോർഡിനേഷൻ നമ്പർ? കോർഡിനേഷൻ നമ്പർ ഓഫ് എ it is defined for a metal in a complex. ഒരു കോംപ്ലക്സിൽ മെറ്റലിന്റെ കോർഡിനേഷൻ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് മനസ്സിലായി. ഇവിടെ ഓക്സിഡേഷൻ നമ്പർ 2 ആണ്, ഇവിടെ ഓക്സിഡേഷൻ നമ്പർ 3 ആണ്, ഇവിടെ ഓക്സിഡേഷൻ നമ്പർ 2 ആണ്, ഇവിടെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്, ഇവിടെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്, ഇവിടെ ഓക്സിഡേഷൻ നമ്പർ 3 ആണ്. 3 എന്ന് പറയും കാരണം എന്താണ്? 4 ക്ലോറൈഡ് ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഇവിടെ 3 പോസിറ്റീവ് ഉണ്ടായിരിക്കണം. അത്ര പ്രശ്നം ഞാൻ പറഞ്ഞു, മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ വേറെ, ഇത് കോർഡിനേഷൻ നമ്പർ. മനസ്സിലായില്ലേ? ഓക്സിഡേഷൻ നമ്പർ കോർഡിനേഷൻ നമ്പർ കുറച്ച് നമുക്ക് ക്ലിയർ ആയിട്ട് വരും. കോർഡിനേഷൻ നമ്പർ എന്താണ്? മെറ്റൽ ആറ്റം ലിഗാൻഡിന് കൊടുക്കുന്ന, അല്ല സോറി, ലിഗാൻഡ്സ് മെറ്റൽ ആറ്റത്തിന് കൊടുക്കുന്ന എന്താണ്? ലോൺ പെയറുകളുടെ എണ്ണമാണ്. അല്ലെങ്കിൽ എന്താ പറയാ, the number of coordinate bonds formed as by the metal with the ligands. ലിഗാൻഡ് മെറ്റലുമായിട്ട് ഫോം ചെയ്യുന്ന കോർഡിനേറ്റ് ബോണ്ടുകളുടെ എണ്ണമാണ്. അല്ലെങ്കിൽ ലിഗാൻഡുകളെ മെറ്റൽ ആറ്റത്തിന് കൊടുക്കുന്ന ലോൺ പെയറുകളുടെ എണ്ണമാണ്. അതേപോലെ തന്നെ മോണോഡെന്റേറ്റ് ലിഗാൻഡ് ലിഗാൻഡിന്റെ എണ്ണം ലോൺ പെയർ എണ്ണം തുല്യമായിരിക്കും. കാരണം എന്താണ്? ഓരോ ലിഗാൻഡിനും ഓരോ ലോൺ പെയർ കൊടുക്കാൻ പറ്റും. ബൈഡെന്റേറ്റ് ലിഗാൻഡ് ആണെങ്കിൽ ലിഗാൻഡ് എണ്ണത്തിന്റെ ഇരട്ടിയായിരിക്കും കോർഡിനേഷൻ നമ്പർ. കാരണം എന്താണ്? ഓരോ ലിഗാൻഡും 2 ലോൺ പെയർ വെച്ച് കൊടുക്കും. ട്രൈഡെന്റേറ്റ് ലിഗാൻഡ് ആണെങ്കിൽ അതിന്റെ 3 ഇരട്ടിയായിരിക്കും കോർഡിനേഷൻ നമ്പർ. കാരണം ഓരോ ലിഗാൻഡും 3 എണ്ണം വെച്ച്, ചിലപ്പോൾ 2 ഒന്നിച്ച് വരാം. അങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കുക. 2 ഒന്നിച്ചെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബൈഡെന്റേറ്റും 2 മോണോഡെന്റേറ്റും വരാം. ഫോർ എക്സാമ്പിൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. കോഓർഡിനേഷൻ നമ്പർ ശ്രദ്ധിക്കുക. ഡിഫിനിഷൻ എന്താ പറയാ? പല വിധത്തിൽ പറയാം. ഇത് കൃത്യമായ ഡെഫിനിഷൻ ഒന്നുമില്ല. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് കോർഡിനേറ്റ് ബോണ്ട്സ് ഫോംഡ് ബിറ്റ്വീൻ ദ മെറ്റൽ ആൻഡ് ലിഗാൻഡ് ഇൻ എ കോംപ്ലക്സ്, or it is the number of lone pairs of electrons donated by the ligand. Total number of lone pairs, total number of electrons alla, total number of lone pairs of electrons donated by the ligands to the metal. ഈ കോംപ്ലക്സ് എടുത്തു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ കോർഡിനേഷൻ നമ്പർ ഓഫ് ക്രോമിയം? നമ്മളിങ്ങനെ നോക്കുക. 2 എത്തിലീൻ 2 2 4 അല്ല. എത്തിലീൻ ഡയമീൻ ഈസ് എ ബൈഡെന്റേറ്റ് ലിഗാൻഡ്, ക്ലോറൈഡ് ഈസ് എ മോണോഡെന്റേറ്റ് ലിഗാൻഡ്. ഇവിടെ 2 എത്തിലീൻ ഡയമീൻ ഉണ്ട്, 2 × 2, 2 ക്ലോറൈഡ് ഉണ്ട്, 2 × 1. മനസ്സിലായില്ലേ? 4 2. ഇപ്പൊ എത്രയാണ് കോർഡിനേഷൻ നമ്പർ? കോർഡിനേഷൻ നമ്പർ ഈസ് 6 ആണ്. Got the point? Because each ethylene diamine donates 2 pairs of electrons, or each ethylene diamine forms 2
coordinate bonds with a chromium. There are 2 ethylene diamine molecules, so total 4 pairs are given to chromium. Each ethylene diamine gives 2 pairs, so both ethylene diamines together forms or gives a 4 pairs. And chloride is a model and the ligand it can donate only 1 pair. There are 2 chlorides, so 2 pairs. 4 pairs from this part, 2 pairs from this part, total 6 pairs of electrons are donated to chromium. That means the coordination number of chromium is 6. Mark over there. എപ്പോഴും പല വിധത്തിൽ ചോദിക്കാം. CO, En, NH3, Br, Cl. കൊടുത്തു കഴിഞ്ഞാലോ ഇത് കൊബാൾട്ട്, എഥിലീൻ ഡയമീൻ, അമോണിയ, ബ്രോമൈഡ്, ക്ലോറൈഡ്. ക്ലോറൈഡ് മോണോഡെൻഡേറ്റ് ആണ് 1, ബ്രോമൈഡ് മോണോഡെൻഡേറ്റ് ആണ് 1, 1, 2, അമോണിയ മോണോഡെൻഡേറ്റ് ആണ് 2, 1, 3, എഥിലീൻ ഡയമീൻ ബൈഡെൻഡേറ്റ് ആണ് 3, 2, 5, 6, 6 ഇങ്ങനെ മനസ്സിലായില്ലേ? അപ്പോൾ എഥിലീൻ ഡയമീന്റെ ഭാഗത്ത് 2 പേഴ്സ്, 2 അമോണിയന്റെ ഭാഗത്ത് 2 പേഴ്സ്, 2, 2, 4, 1 ഇവിടുന്ന് 5, 1 ഇവിടുന്ന് 6. So 6 is the coordination number of cobalt in this complex. What is the oxidation number? Then neutral ആണ് 1, 2, 3 നെഗറ്റീവ്. അപ്പോൾ oxidation number 1. Oxidation number വേറെ, coordination number വേറെ. മനസ്സിലായല്ലോ? Coordination number is the number of electron pairs. എല്ലാവരും എന്താ ചെയ്യുന്നത് ഈ കോംപ്ലക്സിൽ ഈ ലിഗാൻഡ് ഒക്കെ കൂടി ഇലക്ട്രോൺ പേരിനായിരിക്കും കൊടുക്കുക. സെൻട്രൽ മെറ്റാലിന് ഇങ്ങനെ ഗ്രീഡിയാണ്, കൂടുതൽ ഇലക്ട്രോൺ പേഴ്സ് വേണം. മിക്കവാറും വേണ്ടി വരും 6 അല്ലെങ്കിൽ 4 ആയിരിക്കും. അത് വേറൊരു കാര്യമാണ്. കോർഡിനേഷൻ നമ്പർ കൂടുതൽ കോംപ്ലക്സസ് എടുത്ത് നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും 4ഉം 6ഉമാണ്. പക്ഷേ 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം, 6 ആവാം. അപൂർവ കേസിൽ അതിനേക്കാൾ കൂടുതൽ 8ഉം 9ഉം ഒക്കെ ആവാം. 12 വരെ ചിലപ്പോൾ സാധ്യതയുണ്ട് ഈ കോർഡിനേഷൻ നമ്പർ. ദ മോസ്റ്റ് കോമൺ കോർഡിനേഷൻ നമ്പർ ഇസ് 6 ആൻഡ് 4. കൂടുതൽ കോംപ്ലക്സിലും 6ഓ 4ഓ ആയിരിക്കും. പറയുന്നത് മനസ്സിലുണ്ടോ? കോർഡിനേഷൻ നമ്പർ ഓഫ് എ metals in complex usually may range from 2 to 10 or something like that, but the most common coordination number is 6 and 4. Okay, so നമ്മുടെ ഇന്നത്തെ കോംപ്ലക്സ് ഒക്കെ ഉണ്ട്. Ag, NH3 twice, Cl. Very simple. ഒരു സിൽവർ, 2 അമോണിയ, ഒരു ക്ലോറൈഡ്. ഡൈ അമീൻ സിൽവർ 1 ക്ലോറൈഡ്. ഇതിന്റെ പേര് ഡൈ അമീൻ സിൽവർ 1 ക്ലോറൈഡ്. സിൽവർ കാറ്റോൺ ആകുമ്പോൾ സിൽവർ എന്ന് പറയും, ആനോൺ ആകുമ്പോൾ സിൽവർ ആയിട്ടില്ല ആർജന്റേറ്റ് എന്ന് പറയാം. സിൽവറിന്റെ മറ്റേ പേര് അർജന്റം, അങ്ങനെ Ag എന്ന് വന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക, സിൽവർ കാറ്റോണിന്റെ ഭാഗമാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് AgCN4. ഇവിടെ സിൽവർ ഈസ് പാർട്ട് ഓഫ് ദി ആനോൺ. ഇവിടെ പൊട്ടാസ്യം ആണ് കാറ്റോൺ. ഇവിടെ ക്ലോറൈഡ് ആനോൺ ആണ്. ഇത് സിൽവർ കാറ്റോണിന്റെ ഭാഗമാണ്. അപ്പൊ ഇതിന്റെ പേര് എന്താണ്? ഡൈ അമീൻ സിൽവർ 1 ക്ലോറൈഡ്. ഡൈ അമീൻ സിൽവർ 1 എന്നുള്ള ഒരു വാക്ക് സ്പേസ് ഇട്ടിട്ട് ക്ലോറൈഡ്. ഇവിടെയോ പൊട്ടാസ്യം ടെട്രാസയനോ ആർജന്റേറ്റ് 2. മനസ്സിലായില്ലേ? സിൽവർ 2 ആണ് ഇവിടെ. ശ്രദ്ധിക്കുക, സിൽവർ 2. കാരണം Ag 2 പോസിറ്റീവ്, പൊട്ടാസ്യം 2 പോസിറ്റീവ്, 4 നെഗറ്റീവ് ഇവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? ഇവിടെ ആർജന്റേറ്റ് ആണ്, ഇവിടെ സിൽവർ ആണ്. കാറ്റോണിന്റെ ഭാഗം സിൽവർ എന്ന് പറയും, അതിനോട് ഭാഗം ആർജന്റേറ്റ് എന്ന് പറഞ്ഞ അവസാനിപ്പിക്കും. ഇതിന്റെ പേരെന്താണ്? പൊട്ടാസ്യം. ഒരു സ്പേസ് ഇട്ടിട്ട് എന്താണ്? ടെട്രാസയനോ ആർജന്റേറ്റ് 2. ഇവിടെയോ സിൽവർ ഡൈ അമീൻ സിൽവർ 1 ക്ലോറൈഡ്. ഞാൻ പറഞ്ഞതില്ല, ഇവിടെ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 2 മാത്രമാണ്. 2 ഉണ്ടോ? HgI3 എന്നൊരു സാധനമുണ്ട്. ഈ അയോണിന്റെ പേരെന്താണ്? ട്രൈ അയഡോ മെർക്കുറേറ്റ്. എത്രയായിരിക്കും ഓക്സിഡേഷൻ നമ്പർ? 2. കാരണം എന്താണ്? 3 മൈനസ് ഉണ്ട്, 1 മൈനസ് പുറത്തുണ്ട്, അപ്പോൾ എന്താവും? 2 പോസിറ്റീവ് ഉണ്ടാവും. അതൊക്കെ നമ്മളിങ്ങനെ പെട്ടെന്ന് കാണുന്നതിലേക്ക് വരണം. മനസ്സിലായില്ലേ? അപ്പൊ ഇതിന്റെ പേര് ട്രൈ അയഡോ മെർക്കുറേറ്റ് 2 എന്നാണ്. കോർഡിനേഷൻ നമ്പർ ഓഫ് മെർക്കുറി ഇൻ ദിസ് അയോൺ ഇൻ ദിസ് സ്പീഷീസ് ഇൻ ദി കോംപ്ലക്സ് ഈസ് 3. അപ്പോൾ കോർഡിനേഷൻ നമ്പർ 2, 3, 4, 5. FeCO5 5 ആണ്. 5, 6, പിന്നെ അപൂർവമായിട്ട് 8, 10 ഒക്കെ വരാം. 9 ഉണ്ട് അപൂർവ കേസിൽ. മനസ്സിലായില്ലേ? പക്ഷേ വളരെ കോമൺ ആയിട്ട് ഒരുപാട് കോംപ്ലക്സ് കാണുന്ന കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 6 അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ 6, പിന്നെ 4 ആണ്. മനസ്സിലായില്ലേ? 6ഉം 4ഉം ആണ് കോമൺ ആയിട്ട് വരുന്ന കോർഡിനേഷൻ നമ്പർ. കോർഡിനേഷൻ നമ്പർ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത് ലിഗാൻഡിന്റെ എണ്ണമല്ല. ലിഗാൻഡിന്റെ എണ്ണം ആവും എപ്പോഴും എല്ലാ ലിഗാൻഡും മോണോഡെൻഡേറ്റ് ആകും മാത്രം. ആ കൂട്ടത്തിൽ ബൈഡെൻഡേറ്റ് ഒക്കെ വരുമ്പോൾ അതിനനുസരിച്ച് അതിന്റെ കൂടെ കൂട്ടണം. എത്ര ലോൺ പേഴ്സ് ഓരോ ലിഗാൻഡ് കൊടുക്കേണ്ടത് കൂടി
കൂട്ടിയിട്ടാണ് നമ്മൾ മൊത്തത്തിൽ ഇതുപോലെ കാണുന്നില്ല. ഇവിടെ 2 4 പേര്, ഇവിടെ 2 4 6 പേര്. അപ്പോൾ കോർഡിനേഷൻ നമ്പർ 6 നമുക്ക് മനസ്സിലാവും. പോയിന്റ്. കാരണം ഇത് പറയാൻ കാരണം ഇത് അത്യാവശ്യമാണ്. നമ്മൾ സ്റ്റീരിയോ ഐസോമർസം പറയുമ്പോൾ നമ്മൾ അടുത്ത് പറയാൻ വന്നത് സ്റ്റീരിയോ. ഇത്ര നേരം നേരത്തെ പറഞ്ഞ 4 5 6 ടൈപ്പ് എന്താണ്? ഓൾ കംസ് അണ്ടർ ദി ക്ലാസ് സ്ട്രക്ചറൽ ഐസോമർസം. എന്തൊക്കെയാണ് പറയാം? അയണൈസേഷൻ ഐസോമർസം, ഹൈഡ്രേറ്റ് ഐസോമർസം, ലിങ്കേജ് ഐസോമർസം, coordination isomerism, coordination position isomerism, and a polymerization isomerism. Now we will pass over to the next class of isomerism, that is a stereoisomerism. We know stereoisomerism arises due to the difference in the spatial arrangement of a atoms or groups around a particular atom. നമുക്കറിയ കാർബണിന്റെ കേസിൽ കാർബണിന്റെ ടെട്രാഹെഡ്രലായിട്ട് വരുമ്പോൾ ചില പ്രത്യേക ഭാഗത്തെ കൂടി സ്പേഷ്യൽ അറേഞ്ച്മെന്റിൽ വ്യത്യാസം വരുമ്പോൾ 2 വ്യത്യസ്ത കോമ്പൗണ്ട് വരും അല്ലേ? അതേപോലെ സിസ് ആൻഡ് ട്രാൻസ് ഐസോമേഴ്സ് ഇൻ ദി കേസ് ഓഫ് എ ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ് ഒക്കെ പഠിച്ചു ഓർമ്മ നമുക്ക്. D&L ഫോംസ് ഓഫ് എ ലാക്റ്റിക് ആസിഡ് ടെട്രാഹെഡ്രൽ മോഡലിൽ ലാക്റ്റിക് ആസിഡ് നമ്മൾ പഠിച്ചു ഓർമ്മ ഉണ്ടാവും. CH3 അല്ലേ? 4 വരുമ്പോൾ CH3 CH OH COH. ഇതിൽ OH അപ്പുറം വന്നു കഴിഞ്ഞാൽ വേറെ കോമ്പൗണ്ടായി മാറുന്നത് നമുക്കറിയാം. ഡി ലാക്റ്റിക് ആസിഡും എൽ ലാക്റ്റിക് ആസിഡും ഒക്കെ അല്ലേ? ഇതിന് മനസ്സിലായില്ലേ? ഇത് ഓർഗാനിക് എക്സാമ്പിൾ ആണ്. അതേപോലെ നമുക്ക് ഇനോർഗാനിക് കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ കേസിലും സ്റ്റീരിയോ ഐസോമേഴ്സ് ഉണ്ട്. 2 ടൈപ്പ് ഉണ്ട്. എന്താണ് അത്? ഓർഗാനിക്കിൽ നമ്മൾ അതേ ക്ലാസിഫിക്കേഷൻ ആണ്. ജിയോമെട്രിക്കൽ ഐസോമേഴ്സും ആൻഡ് ഓപ്റ്റിക്കൽ ഐസോമേഴ്സും. ജിയോമെട്രിക്കൽ ഐസോമേഴ്സും ആൻഡ് ഓപ്റ്റിക്കൽ ഐസോമേഴ്സും. സോ സ്റ്റീരിയോ ഐസോമേഴ്സും in the case of coordination compounds may further be divided into 2 classes, geometrical isomerism and optical isomerism. Okay, geometrical isomerism example ആണ് നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞിരുന്നു. There are many coordination numbers possible, but usually the coordination number is either 4 or 6. Let's take the case of 4 coordinate complexes. Coordination number 4 ആണെങ്കിൽ അതിന് 2 different geometry possible ആണ്. ഒന്ന് ടെട്രാഹീഡ്രൽ, മറ്റേത് സ്ക്വയർ പ്ലാനർ. വ്യത്യാസം വരാൻ കാരണം എന്താണ്? ബിക്കോസ് ഓഫ് ദി ഡിഫറൻസ് ഇൻ ദി hybridization. പ്രത്യേകം ക്ലിയറോ? hybridization. If it is a sp3 it is tetrahedral. If it is dsp2 that is a പ്രത്യേകം നമ്മൾ കാണും സ്ക്വയർ പ്ലാനർ. ഇപ്പൊ തൽക്കാലം മനസ്സിലാക്കി വെക്കാം. Anyway, a square plan a 4 coordinate complex എന്ന് പറഞ്ഞാൽ എന്താണ്? കോർഡിനേഷൻ നമ്പർ 4 കോംപ്ലക്സ് നമ്മൾ സാധാരണ പറഞ്ഞ പേര് 4 coordinate complex എന്നാണ്. 6 coordinate complex എന്താണ്? കോർഡിനേഷൻ നമ്പർ 6 ആണ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? മെറ്റലിന് ചുറ്റും 6 ഗ്രൂപ്പുകൾ ഉണ്ടാവും. 6 ലിഗൻഡ്സ് വേണമെന്നില്ല. 6 ആറ്റംസ് ഇങ്ങനെ ബോണ്ട് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ 6 ആറ്റങ്ങൾ 6 ലിഗൻഡ്സ് വരുന്നതാവും മോണോഡെൻഡേറ്റാങ്കിൽ, ചിലപ്പോൾ 6 ആറ്റംസ് 3 എണ്ണത്തിൽ വരുന്നതാവും ബൈഡെൻഡേറ്റാങ്കിൽ. പറഞ്ഞ മനസ്സിലാണ്ട? ഇപ്പോൾ ഇൻ ദി കേസ് ഓഫ് എ 4 coordinate complex, it may be either tetrahedral or square planar. Take the case of a square planar complex. What is the square planar geometry? That means the metal atom, complex metal നമ്മൾ പറയുന്നത് metal atom is at the center and the 4 groups are like this square planar. ഒരു planar molecule ആണ്. metal atom central ആണെങ്കിൽ the 4 ligands are attached like this. That's a square planar complex. For example, നേരത്തെ കണ്ട പോലത്തെ PT NH3 4 times 2 plus അല്ലെങ്കിൽ ശ്രദ്ധിക്കുക PT Cl4 2 minus. ഇത് രണ്ടിനും എന്താണ്? ഇതിലാകെ നടുക്ക് PT 4 ഭാഗത്തും 4 അമോണിയ. മറ്റേ നടുക്ക് PT തന്നെ 4 ഭാഗത്തും 4 ക്ലോറൈഡ്. ചാർജ് ഒന്നും ഇപ്പോൾ തൽക്കാലം വേദനയുണ്ട്. കാരണം നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇത് 2+ ആയത്? അമോണിയക്ക് ചാർജ് ഇല്ല. മറ്റേ എന്തുകൊണ്ട് 2- ആയത്? ക്ലോറൈഡിന് ചാർജ് ഇല്ലതുകൊണ്ടാണ്. അപ്പൊ ഇതൊരു സ്ക്വയർ പ്ലാനർ കോംപ്ലക്സിന്റെ എക്സാമ്പിൾ ആണ് ഇതൊക്കെ. PT Cl4 ഒക്കെ. എനിവേ അതെന്തെങ്കിലും ആവട്ടെ. സീതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് അമോണിയ കൊണ്ടാണ്. എത്തിരി ഡൈമീൻ ആണെങ്കിലോ മെറ്റൽ ഉണ്ടാവും. ഇതാ ഒരു എത്തിരി ഡൈമീൻ മുഴുവനായിട്ട് NH2 മറ്റേ NH2 CH2 നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി വരക്കുന്നതാണ് CH2. ഇതും മനസ്സിലായില്ല? അപ്പൊ അതുവരെ ഇപ്പുറത്തൊന്നുണ്ടാവും 2 എണ്ണം ഒരു എത്തിരി ഡൈമീൻ കൂടി. ഇപ്പൊ 4 അമോണിയക്ക് 4 അമോണിയക്ക് പകരം 2 എത്തിരി ഡൈമീൻ മതി. പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ?
So because each ligand can bond. ഇവിടെ നൈട്രജൻ നമ്മൾ വാക്യം നോക്കണം. ഇവിടെ നൈട്രജൻ്റെ ഇവിടെ നൈട്രജൻ ഉണ്ട്, ഇവിടെ നൈട്രജൻ്റെ ഇവിടെ നൈട്രജൻ ഉണ്ട്. അമോണിയാങ്കിലോ അവിടെ അതേപോലെ തന്നെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരു സ്ക്വയർ പ്ലാനർ കോംപ്ലക്സിൽ മെറ്റൽ ആറ്റം may be placed at the center of a square and the four ligands are at the four corners of the square. Okay. ഈ 4 ലിഗൻസും ഒരുപോലെ ആണെങ്കിൽ, 4 നമ്മൾ 4 ക്ലോറൈഡോ 4 അമോണിയ ആണെങ്കിൽ ഇതിലൊരു ഐസോമർഫിസത്തിന്റെ സാധ്യത എങ്ങനെ വന്നാൽ എങ്ങനെ തന്നെ വരാൻ പറ്റും അല്ലേ? വരാൻ വെച്ചാൽ അറേഞ്ച് ചെയ്യാൻ പറ്റൂല. ഇത് നേരെ മറിച്ച് ഒരു ലിഗാൻഡ് മാത്രം വ്യത്യസ്തത, 3 ലിഗാൻഡ് ഒരുപോലെയും ഒരു ലിഗാൻഡ് വ്യത്യസ്തവും. ഏതുപോലെ PT NH3 ത്രൈസ് Cl ഇങ്ങനെ ഇപ്പൊ ഒരു പ്ലസ് ഉണ്ടാവും. NH3 അല്ലേ, ഒരു 2 പോസിറ്റീവ് ഒരു നെഗറ്റീവ്, ഒരു പോസിറ്റീവ്. ഈ ചാർജിനെ പറ്റി ഇങ്ങനെ പോകേണ്ട. പ്ലാറ്റിനത്തിൽ 3 അമോണിയം ഒരു ക്ലോർ, 3 അമോണിയം ഒരു ക്ലോറിന് വ്യത്യാസം ഉണ്ടെങ്കിൽ ഇതിപ്പോ ഇതിന്റെ സ്ഥാനം എവിടെ വരാം? ഇവിടെ വന്നാലും ഇവിടെ വന്നാലും ഇവിടെ വന്നാലും എല്ലാം കണക്കാം. ബിക്കോസ് ഇറ്റ് ഇസ് എ പ്ലാനർ മോളിക്യൂൾ അല്ലേ? ഇമ്മളെ എല്ലാ ഇവിടെ വരുന്ന വ്യത്യാസം ഉണ്ടോ? ഒന്നുമില്ല. കാരണം എന്താണ്? ഇതിന് തിരിച്ചാൽ അവിടെ എത്തും, ഒന്നൂടി തിരിച്ച് എവിടെ എത്തും, ഒന്നൂടി തിരിച്ച് എവിടെ എത്തും. കാരണം ഒരു പ്ലാനർ മോളിക്യൂൾ ആണ്, യാതൊരു വ്യത്യാസമില്ല. ഇനി വേറെ വിധത്തിൽ ചിന്തിക്കുക. PT NH3 ട്വൈസ് Cl2 ഇങ്ങനെയാണല്ലോ. അപ്പൊ എന്താവും? 2 എല്ലും 2 എൽ ഡാഷോ. ഇങ്ങനെ വരുമ്പോഴേ you can see that മെറ്റൽ ഇവിടെ ഈ എല്ലിന്റെയും എൽ ഡാഷിന്റെയും ഡിസ്ട്രിബ്യൂഷൻ മെറ്റലിന് ചുറ്റും 2 വിധത്തിലാവാം. ശ്രദ്ധിക്കുക. ഇത് രണ്ടും അടുത്ത്, ഇത് രണ്ടും അകലെയാണ്. പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ടോ? ഇതൊരിക്കലും ഇതാക്കി മാറ്റാൻ നമുക്ക് പറ്റൂല തിരിഞ്ഞാൽ അല്ലേ? കാരണം ഇത് പ്ലെയിനാർ മോളിക്യൂളൊക്കെ എങ്ങനെ തിരിച്ചാലും ഈ എൽ ഡാഷ് അടുത്ത് വരും. ഇതിരിക്കുമ്പോൾ എന്റെ ഇവിടെ പോകും, മറ്റേത് ഇവിടെ വരും. പിന്നെ തിരിച്ചു കഴിഞ്ഞാൽ എവിടെ പോകും? അത് ഇവിടെ വരും. ഇതും 2 വ്യത്യസ്ത കോമ്പൗണ്ട്സ് ആണ്. സത്യല്ലേ? ദിസ് ഈസ് ഡിഫറെന്റ് ഫ്രം ദിസ്. എന്ത് പല വ്യത്യാസങ്ങളുണ്ട്. ഡൈപോൾ മൊമെന്റ് ഒക്കെ അങ്ങനെ, ഡൈപോൾ മൊമെന്റ് ഇത് 0 ആയിരിക്കും. ഇവിടെ ഡൈപോൾ മൊമെന്റ് 0. ഡൈപോൾ മൊമെന്റ് എന്ന് കേട്ടിട്ടുണ്ട്. പൊളാരിറ്റി ഒക്കെ അങ്ങോട്ട് പോകണ്ട, ബുദ്ധിമുട്ടാണ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല സമയത്തുകൊണ്ട്. We can see that these 2 molecules are different. യാതൊരു സംശയമില്ല. കാരണം നോക്കിയാൽ തന്നെ അറിയാം, എൽ ഡാഷ് തമ്മിലുള്ള ദൂരം ആംഗിൾ 150 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഒന്നിന് 2 എൽ ഡാഷും അടുത്തടുത്ത് മറ്റു 2 എൽ ഡാഷും നേരെ ഡയഗണലി ഓപ്പോസിറ്റ് ആണ്. രണ്ടും 2 വ്യത്യസ്ത കോമ്പൗണ്ട്സ് ആണ്. അതായത് ഈ PT NH3 ട്വൈസ് Cl2 എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് കോമ്പൗണ്ട്സ് ഉണ്ടാവും. ഒന്ന് നമ്മൾ സിസ് എന്ന് പറയും, മറ്റേത് നമ്മൾ ട്രാൻസ് എന്ന് പറയും. This is cis. Identical groups are on the same side of the square. Here identical groups are on the opposite corners of the square. Same side ilana L dash വരുന്നത്, ഇവിടെ opposite corners ലാണ് വരുന്നത്. രണ്ടും രണ്ടാണ്. So we can see that the molecule PT NH3 twice Cl2 can have and certainly having 2 different isomers. One is called cis diamine dichloroplatinum 2. Other one is called trans diamine dichloroplatinum 2. നിങ്ങൾക്ക് മനസ്സിലാകുന്ന എൻ്റെ വിശ്വാസം. You see that ഇതൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവണം. PT NH3 Cl ഇത് PT2 ആണ്. അതിനെപ്പറ്റി അറിയിക്കണം. മറ്റേത് This is cis diamine dichloroplatinum. ആദ്യം പറയണം നമുക്ക്. cis diamine dichloroplatinum 2. This is called a trans diamine. 2 അമീനും ട്രാൻസ് ആണ്. സ്വാഭാവികം 2 ക്ലോറൈഡും ട്രാൻസ് ആയിരിക്കും. ഇവിടെ 2 അമീനും 2 ക്ലോറൈഡും രണ്ടും സിസ് ആണ്. 2 അമീൻ സിസ് ആണ്, 2 ക്ലോറൈഡ് സിസ് ആണ്. ഇവിടെ 2 അമീനും ട്രാൻസ് ആണ്, 2 ക്ലോറൈഡും ട്രാൻസ് ആണ്. This one is called cis diamine dichloroplatinum 2. Other one is called trans diamine dichloroplatinum 2. So this is just like a cis trans isomerism or geometrical isomerism. മനസ്സിലാകുന്നുണ്ടോ? സ്ക്വയർ പ്ലാനർ കോംപ്ലക്സിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ടെട്രാഹെഡ്രൽ ഇല്ല. ടെട്രാഹെഡ്രൽ കാരണം ടെട്രാഹെഡ്രൽ നേരത്തെ ശ്രദ്ധിച്ച് ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞത് 4 കോർഡിനേറ്റ് കോംപ്ലക്സിൽ ചിലപ്പോൾ ടെട്രാഹെഡ്രൽ ആവാം, ചിലപ്പോൾ സ്ക്വയർ പ്ലാനർ ആവാം. സ്ക്വയർ പ്ലാനറിൽ മാത്രമേ ഇതിന് സാധ്യതയുള്ളൂ, ഈ ജിയോമെട്രിക് ഐസോമെറിസത്തിന് സാധ്യതയുള്ളൂ. ടെട്രാഹെഡ്രലിൽ ഇല്ല. കാരണം ടെട്രാഹെഡ്രലിൽ മെറ്റൽ ഇവിടെ
ഒരു ലിഗാൻഡിന്റെ സ്ഥാനത്ത് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി 3 സ്ഥാനങ്ങളും ഒരുപോലെയാണ്. ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരുപോലെയാണ്. ഇവിടെ